മുസ്ലിങ്ങളോട് പറയുന്നു, ഒരു പ്രശ്നവുമില്ല. എന്താ പ്രശ്നം? അവർ വാചാലമാകുന്നു, ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നു. നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? നിങ്ങളുടെ അജണ്ടയല്ലേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? 1925 RSS രൂപം കൊണ്ടു. ഹെഡ്ഗേവാറാണല്ലോ അത് രൂപീകരിച്ചത്. അതിനെ പ്രായോഗികവൽക്കരിച്ചത് ഹെഡ്ഗേവാറുടെ ആചാര്യനായിരുന്ന BS മുൻചയായിരുന്നു. അദ്ദേഹം ഈ സംഘപരിവാറുകാരൻ അവരുടെ പ്രത്യയശാസ്ത്രമായി കാണുന്നത്, അതിനെ മാതൃകയാക്കുന്നത് ഫാസിസത്തെയും നാസിസത്തെയുമാണ്. അവർ വീരപുരുഷന്മാരായി കാണുന്നത് മുസോളിനിയെയും ഹിറ്റ്ലറെയുമാണ്. അതുകൊണ്ട് തന്നെ മുൻചെ ഇറ്റലിയിൽ പോയി മുസോളിനിയെ കണ്ടു. അവിടുത്തെ മിലിറ്ററി കോളേജ്, മിലിറ്ററി സ്കൂള്, അതുപോലെ തന്നെ ഫാഷിസ്റ്റ് അക്കാഡമി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം സന്ദർശിച്ചു. അവിടെ നിന്നാണ് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്തെ സൈനിക പരിശീലനം നൽകുന്ന RSSന്റെ പദ്ധതി അദ്ദേഹം പഠിച്ചത്. അത് പഠിച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കി. അതാണ് അവർ നടപ്പിലാക്കുന്നത്. നാസിസം 1920 നാസി പാർട്ടി രൂപീകരിച്ചപ്പോൾ 25-ന് പരിപാടി പ്രഖ്യാപിച്ചു. ജർമ്മനിയിൽ 60 ലക്ഷം വരുന്ന അവിടുത്തെ ജൂത സമൂഹത്തെ പുറന്തള്ളുന്നതിനുള്ള അവരുടെ രാഷ്ട്രീയമായ, സാമൂഹികമായ, സാമ്പത്തികമായ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് അവിടെ വംശശുദ്ധി വരുത്തുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതി അവർ പ്രഖ്യാപിച്ചു. 1933 അധികാരത്തിലെത്തി. ആര്യൻ ഖണ്ഡിക അവർ കൊണ്ടുവന്നു. സമയം ചുരുക്കമാണ്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. 1935 ന്യൂറൻബർഗ് നിയമങ്ങൾ, ഓരോരോ നിയമങ്ങൾ ഒന്നൊന്നായി വന്നു. ആദ്യം അവർ ചെയ്തത് 1933 അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തത് സെൻസസ് ആണ് അവർ നടത്തിയത്. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി. ജൂതന്മാരെ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തു. അവർക്ക് ID കാർഡ്, പ്രിയമുള്ളവരെ, ഓരോരോ നിയമങ്ങൾ, അവരുടെ വോട്ടവകാശം റദ്ദാക്കുന്നു, സർക്കാർ സ്കൂളുകളിൽ നിന്ന്, ഉദ്യോഗങ്ങളിൽ നിന്ന് ഒക്കെ പിരിച്ചുവിടുന്നു, എല്ലാം ചെയ്യുന്നു. അവരുടെ ടെലിഫോണുകൾ ഡിസ്കണക്ട് ചെയ്യുന്നു. അവരുടെ സ്വർണം, അവരുടെ അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളൊക്കെ തന്നെയും സർക്കാരിലേക്ക് ഒരു നഷ്ടപരിഹാരവുമില്ലാതെ എല്ലാം വസൂലാക്കുന്നു. അവസാനം തെരുവോരങ്ങളിൽ തെരുവ് യുദ്ധങ്ങൾ നടക്കുന്നു. അവരുടെ സിനഗോഗുകൾ തകർക്കപ്പെടുന്നു. ഉടഞ്ഞ ചില്ലുകളുടെ രാവ് എന്നറിയപ്പെടുന്നത് 1938 നവംബർ മാസം 9-ാം തീയതിയാണ്. അന്നാണ് ജൂത ദേവാലയങ്ങൾ മുഴുവൻ അവിടെ തകർക്കപ്പെടുന്നത്. ഏറ്റവും അവസാനം അവർ യാത്രയായത് എവിടേക്കെന്നറിയുമോ? ഗ്യാസ് ചേംബറുകളിലേക്കായിരുന്നു. ഒരു പിടി ചാരമായി മാറി. 60 ലക്ഷം വരുന്ന ജർമ്മനിയിലെ ജൂത സമൂഹം അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തും അവർ ലക്ഷ്യമിടുന്നത്. ഇവിടെ അവർ ആദ്യം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. പക്ഷെ മുസ്ലിങ്ങൾ മാത്രമല്ല, അവരൊന്നൊന്നായി പിടികൂടും. പിന്നെ പിടികൂടുന്നത് ക്രിസ്ത്യാനികളെയാണ്. എന്താ സംഘപരിവാറുകാരന്റെ ആചാര്യൻ പറഞ്ഞത്? വിചാരധാര രചിച്ച ഗോൾവാർക്കർ പറഞ്ഞത്, don't waste your energy in fighting British enemies, but use it to fight Indian enemies like Muslims, Christian and communist. ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ, വൈദേശിക ശത്രുക്കളായ ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ പാഴാക്കണ്ട. ആ ഊർജ്ജത്തെ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്നല്ലേ കൃത്യമായി പറഞ്ഞത്? അത് തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത്. അതിനാണ് ഓരോരോ കരിനിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത്. പൗരത്വ നിയമം അവർ കൊണ്ടുവന്നത് 3 മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയാണ്, പ്രിയമുള്ളവരെ. അതിനു വേണ്ടി തന്നെയാണ് കൃത്യമായി കൊണ്ടുവന്നത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ വിഭാഗവും അത് മനസ്സിലാക്കണം. മതന്യൂനപക്ഷങ്ങളെ ഒന്നൊന്നായി പിടികൂടിയതിനു ശേഷം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കീഴ്ജാതികളിൽ മുതൽ അവർ പിടികൂടി തുടങ്ങും. ആദിമ നിവാസികളെ പിടികൂടും, ദളിത് സഹോദരങ്ങളെ പിടികൂടും, എല്ലാ വിഭാഗങ്ങളെയും പിടികൂടും. അവസാനം അവർ മാത്രം മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേരുക തന്നെ ചെയ്യും. പക്ഷേ ആ സന്ദർഭത്തിൽ നമുക്ക് ബുദ്ധി ഉദിച്ചിട്ട് കാര്യമില്ല. ഈ നാസിസം അത് തീഷ്ണമായി നടമാടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ ഹിറ്റ്ലറുടെ യുദ്ധപ്പടയാളിയായിരുന്ന, അദ്ദേഹത്തിന്റെ യുദ്ധക്കപ്പലിൽ ജോലിയെടുത്തിരുന്ന മാർട്ടിൻ മൊള്ളോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഹിറ്റ്ലറുടെ എല്ലാ നടപടികൾക്കും എല്ലാ സഹായവും ചെയ്തു കൊടുത്ത വ്യക്തിയായിരുന്നു. പക്ഷേ അവസാനം ആര്യൻ ഖണ്ഡിക വന്നപ്പോ അദ്ദേഹത്തിന് ബോധ്യം വന്നു. അദ്ദേഹത്തോട് ഒപ്പിടാൻ പറഞ്ഞപ്പോ അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒരു പ്രസിദ്ധമായ ഫാഷിസ്റ്റ് വിരുദ്ധ കവിത അദ്ദേഹം രചിച്ചത്. എന്താണ് അതിലുള്ളത്? അദ്ദേഹം പറയുന്നു, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി. ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നെ അവർ തൊഴിലാളികളെ തേടിയെത്തി. ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നെ അവർ ജൂതരെ തേടിയെത്തി. ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടിയെത്തി. പക്ഷേ അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല.
പ്രസിദ്ധമാണ് ആ വാചകങ്ങൾ. എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഫാദർ, പ്രിയമുള്ളവരെ, പലരെയും ഇന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ലവ് ജിഹാദിന്റെ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട്. സമയം ചുരുക്കമാണ്. ശ്രീ ഗോപൻ അവർകൾ അടക്കം അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ കടന്നു പോകേണ്ടതുണ്ട്. പലരെയും കൈവശപ്പെടുത്തിയിരിക്കുന്നു. പല കേസിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന പ്രസ്താവന ഇറക്കണം, നിങ്ങൾ ഇന്ന ഇടയലേഖനം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തി പലരെയും രംഗത്തിറക്കിയിരിക്കുന്നു. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അടക്കം നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ സന്തോഷത്തോടു കൂടി കണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുള്ളിൽ വിഷമുണ്ടായിരുന്നു എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. ചരിത്രത്തെ മാറ്റിപ്പണിയാൻ ശ്രമിക്കുകയാണ് ടിപ്പുവിനെ അടക്കം. പ്രിയമുള്ളവരെ, എത്ര നാണക്കേടാണ് ഇത്തരം സംഗതികൾ. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിനു വേണ്ടി സകലതും ത്യജിച്ച ഒരു പാരമ്പര്യമുള്ള മുസൽമാനെ നോക്കിയിട്ട് അവനോട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയിൽ തന്നെ മരിച്ചു വീഴാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായമുണ്ടല്ലോ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിനു വേണ്ടി സകലതും ത്യജിക്കാൻ രംഗത്ത് വന്നു. അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ആ നിയമസഭയ്ക്കുള്ളിൽ ടിപ്പു സുൽത്താന്റെ ചിത്രം വെക്കാൻ പോയപ്പോ BJP-കാരൻ പ്രശ്നവുമായി വന്നല്ലോ. ആ പ്രശ്നവുമായി വന്നപ്പോ BJP-കാരനോട് ടിപ്പു സുൽത്താനെ പറ്റി അദ്ദേഹം പറഞ്ഞല്ലോ. അരവിന്ദ് കെജ്രിവാൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ആരാ ടിപ്പു സുൽത്താൻ എന്ന് നിങ്ങൾ പഠിക്കണം. 1750 ജനിക്കുകയും 1799 ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്തളങ്ങളിൽ ബ്രിട്ടീഷുകാരനോട് ധീരമായി പോരാടി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് ടിപ്പു സുൽത്താനായിരുന്നു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു. കീഴാള മേലാള വ്യവസ്ഥകൾ അവസാനിപ്പിച്ചു. ജന്മി കുടിയാൻ വ്യവസ്ഥകൾ അവസാനിപ്പിച്ചു. പാവപ്പെട്ട കറുത്തവരായ സ്ത്രീക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അതാണ് ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരന് കപ്പം കൊടുത്തിട്ട് ജീവിതാവസാനം വരെ രാജാവായി അദ്ദേഹത്തിന് വാഴാമായിരുന്നു. സന്ധി ചെയ്തില്ല. ധീരമായി പോരാടി പടക്കളത്തിൽ വെച്ച് മരിച്ചു വീണു. ടിപ്പു മരിച്ചു വീണപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി എന്ന്. എന്തുകൊണ്ട് അതുവരെ പറയാൻ തയ്യാറായില്ല? ആ ടിപ്പുവിന്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ എന്ന ഹിന്ദു സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഹിന്ദു സഹോദരനായിരുന്നു. അദ്ദേഹം ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിരുന്നത് ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾക്കായിരുന്നു. ഇതെല്ലാം തെളിവല്ലേ? ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സംഘപരിവാറുകാരന് വിടുപണി ചെയ്യാൻ ആര് രംഗത്തിറങ്ങിയാലും അത് അപകടമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ആ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. ഈ പ്രശ്നമുണ്ടാക്കുന്ന BJP-കാരായ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നൽകിയ, എന്തെങ്കിലും ഒരു സംഭാവന നൽകിയ ഒരു BJP-കാരന്റെ, ഒരു സംഘപരിവാറുകാരന്റെ പേര് നിങ്ങളൊന്ന് പറയാം. മറുപടി പറയാൻ സാധിച്ചോ? സാധിക്കില്ല. ലോകാവസാനം വരെ സാധിക്കില്ല. ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്ത പാരമ്പര്യമാണ് സംഘപരിവാറുകാരന്. അവന്റെ ഷൂ നക്കിയ പാരമ്പര്യമാണ് സംഘപരിവാറുകാരന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സമരം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് നേരെ നടത്തുന്ന സമരമാണ്. ഈ രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിൽ എല്ലാം നൽകിയവരുടെ പിന്മുറക്കാർ അധിനിവേശ ശക്തികൾക്ക് വിടുപണി ചെയ്തവർക്ക് നേരെ നടത്തുന്ന സമരമാണ്. ഈ രാജ്യത്തിന് വേണ്ടി അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ മഹാത്മജി ഉണ്ടല്ലോ. ആ മഹാത്മജിയുടെ മൂല്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ ആ മഹാത്മജിയുടെ ഘാതകർക്ക് നേരെ നടത്തുന്ന സമരമാണ്. ഷാഹിൻ ബാഗിൽ അതാണ് നടക്കുന്നത്. ഈ രാജ്യത്തെമ്പാടുമുള്ള ആസാദി സ്ക്വയറുകളിൽ അതാണ് നടക്കുന്നത്. ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെടിവെച്ചിടാനാണ് പറയുന്നത്. അപഹസിച്ചുകൊണ്ടിരിക്കുന്നു. പലരും വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാരൻ നോക്കി നിൽക്കുന്നു. എന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ആ സമര പോരാളികളെ ദേശദ്രോഹികളെന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത്, ആസാദി മുദ്രാവാക്യം മുഴക്കുന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് ദേശദ്രോഹമാണെങ്കിൽ ആ ദേശദ്രോഹം സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഹൈന്ദവരെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ രംഗത്ത് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാലഘട്ടം കഴിഞ്ഞുപോയി. പല ഭരണാധികാരികൾ മാറി വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള ഭരണകാലഘട്ടങ്ങൾ 1947 മുതൽ 2014 വരെ
ഇന്ത്യ രാജ്യം ദർശിക്കുകയുണ്ടായി. ഈ രാജ്യത്തിന് പല മേന്മകളുണ്ടായി, പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. 2014 NDAയുടെ തലവനായിട്ട് നരേന്ദ്രമോദി രംഗത്ത് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം പ്രസംഗിച്ചു നടന്നു. ഇന്ത്യയുണ്ടല്ലോ, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുണ്ടല്ലോ, ആ രാജ്യത്തെ മാറ്റിപ്പണിയേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്ത് പട്ടിണിയുണ്ട്, ഈ രാജ്യത്ത് ഭവനരഹിതരുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത 10 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഞാനൊരു വാഗ്ദാനം നിങ്ങൾക്ക് നൽകുന്നു. സ്വപ്നസുന്ദരമായ ഒരു ഇന്ത്യ, പട്ടിണിയില്ലാത്ത ഇന്ത്യ, ഭവനരഹിതരില്ലാത്ത ഇന്ത്യ, പ്രശ്നങ്ങളില്ലാത്ത ഇന്ത്യ. വായാടിയായ നരേന്ദ്രമോദി ആയിരക്കണക്കിന് വേദികളിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചു നടന്നു. അദ്ദേഹം പട്ടിണി പാവങ്ങളോട് പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് എന്ന് കേട്ടിട്ടില്ലാത്തവനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് തൊട്ടടുത്തുള്ള ബാങ്കുകളിൽ പോയി നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു നല്ല നാൾ വരാൻ പോകുന്നു. ഇന്ത്യയിലെ കള്ളപ്പണക്കാരൻ അവന്റെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ, സ്വിസ് ബാങ്കുകളിൽ അടക്കം നിക്ഷേപിച്ചിട്ടുണ്ട്. കണ്ടുകെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. മോഹന സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി. ചുരുക്കി പറയട്ടെ, ആ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നു, NDA അധികാരത്തിൽ വന്നു, നരേന്ദ്രമോദി അധികാരത്തിലെത്തി. എന്താണ് അദ്ദേഹം ചെയ്തത്? ഈ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു? BJP-കാരൻ ഉത്തരം പറയണം. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാർ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെ വിചാരണ ചെയ്യുന്നു, നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്ത് മാറ്റമാണ് നിങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചത്? എന്ത് നേട്ടമാണ് നിങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചത്? ആദ്യമായി അദ്ദേഹം പാർലമെന്റിൽ എത്തിയപ്പോ, പാർലമെന്റിന്റെ പടികൾ അദ്ദേഹം ചവിട്ടിക്കയറുമ്പോ പാർലമെന്റിന്റെ മുന്നിൽ അദ്ദേഹം കമഴ്ന്നടിച്ചു വീഴുകയായിരുന്നില്ലേ? ആ പാർലമെന്റിനെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു നിന്ന് നടത്തിയ നെടുനീളൻ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണിത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണിത്, ആരാധനാ മന്ദിരമാണിത്, എന്തെല്ലാം പറഞ്ഞു. നിങ്ങൾ അവഹേളിക്കുകയായിരുന്നില്ലേ? ചിന്തിച്ചു നോക്കിൻ. ഞാൻ ഈ ഇടപ്പള്ളി കോട്ടയിലെ എല്ലാ മനുഷ്യരോടും പറയട്ടെ, ജാതിമത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ, നിങ്ങളുടെ മസ്തിഷ്കമാർക്കും പണയപ്പെടുത്താതെ നിങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിൻ. എന്താ അദ്ദേഹം പറഞ്ഞത്? ആ പാർലമെന്റിന് സാക്ഷി നിർത്തിക്കൊണ്ട് പലതും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ പാർലമെന്റിനോട് പോലും നീതി പുലർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചോ? എത്ര തവണ അദ്ദേഹം പാർലമെന്റിലെത്തി, എത്ര തവണ ലോക്സഭയിലെത്തി, രാജ്യസഭയിലെത്തി? നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുമ്പോ അദ്ദേഹം ഇന്ത്യ വിട്ടുപോകില്ലായിരുന്നു. ഇന്ത്യ വിട്ടുപോകില്ല എന്നല്ല, ഡൽഹി വിട്ട് അദ്ദേഹം പോകില്ലായിരുന്നു. എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും അദ്ദേഹം സന്നിഹിതനാകുമായിരുന്നു. ഓരോ അംഗവും നടത്തുന്ന പ്രഭാഷണം അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ഒരു പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇത്രത്തോളം സമയം ഈ പാർലമെന്റിൽ ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഒരു പാർലമെന്റ് അംഗം എഴുന്നേറ്റ് നിൽക്കുമ്പോ അദ്ദേഹത്തിൽ ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെയാണ്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പാർലമെന്റിൽ അവരെത്തുന്നത്. അവരവിടെ സംസാരിക്കുന്നത് ഇന്ത്യയെ പറ്റിയാണ്, ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിയാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെങ്കിൽ, ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി എന്തേ പാർലമെന്റിൽ വരാൻ ഭയപ്പെടുന്നു? എന്തേ പാർലമെന്റ് അംഗങ്ങളുടെ പ്രഭാഷണങ്ങൾ അദ്ദേഹം ശ്രമിക്കുന്നില്ല? അവിടെ നടക്കുന്ന ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നില്ല? ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട സംഗതിയല്ലേ? ഉലകം ചുറ്റി നടക്കുകയാണ്, ലോകം ചുറ്റി നടക്കുകയാണ്. ഈ രാജ്യത്തിന് എന്ത് സമ്മാനിച്ചു? ഈ രാജ്യത്തിന് എന്ത് നേട്ടം അദ്ദേഹം നൽകി? പ്രിയമുള്ളവരെ, ആ ഭരണത്തിൽ 2 നേട്ടമാണ് അദ്ദേഹം നൽകിയത്. ഇതുപോലൊരു രാവിൽ ഇതുപോലൊരു യാത്രയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് 500-ന്റെയും 1000-ന്റെയും നോട്ടങ്ങ് നിരോധിച്ചു. 500-ന്റെയും 1000-ന്റെയും നോട്ടങ്ങ് നിരോധിച്ചു. അദ്ദേഹം പറഞ്ഞു, കള്ളപ്പണക്കാരിൽ നിന്ന്, കള്ളനോട്ടിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനാണ് ഈ നടപടി. പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ കള്ളനോട്ടടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രഭാഷണം നടത്തിയില്ലേ? അദ്ദേഹം പറഞ്ഞു, കേവലം 60 ദിവസം എനിക്ക് നൽകണം, കേവലം 60 ദിവസം എനിക്ക് നൽകണം. നിങ്ങൾ ഈ പ്രശ്നത്തിനോട് നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊരിവയിലെത്തി നിർത്തിയില്ലേ? എത്ര മാസം കഴിഞ്ഞു പോയി, എത്ര വർഷം കഴിഞ്ഞു പോയി? എന്ത് നേട്ടമുണ്ടായി നമ്മുടെ രാജ്യത്തിന്? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അന്ന് തകർന്നടിഞ്ഞു. എന്റെ വ്യാപാരി സുഹൃത്തുക്കൾ എവിടെയുണ്ടല്ലോ? അന്ന് തുടങ്ങിയ, പ്രിയമുള്ളവരെ, സാമ്പത്തികമായ മാന്ദ്യം, അന്ന് തുടങ്ങിയ നഷ്ടക്കച്ചവടം എല്ലാ മേഖലയിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ
തകർന്നടിഞ്ഞില്ലേ? പിന്നെന്തു ചെയ്തു? ഒരൊറ്റ നികുതി, ഒരൊറ്റ രാജ്യം, GST കൊണ്ടുവന്നു ഈ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ നന്നാക്കുവാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അതിന്റെ ഫലം? സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതുപോലും അർഹതപ്പെട്ടതുപോലും കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു സംഗതിയല്ലേ ഉണ്ടായത്? കേന്ദ്രത്തിന് 5000 കോടി ഉറുപ്പിക കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്രം നൽകാനുണ്ട്, ഒരു പൈസ നൽകുന്നില്ല. പ്രളയമുണ്ടായി, കേരള സംസ്ഥാനം 2 പ്രളയങ്ങളെ അതിജീവിച്ചു. പ്രിയമുള്ളവരെ, കെടുതിയായി, നഷ്ടപരിഹാരമായി, അതിനുള്ള പരിഹാരമായി നമുക്കെന്താ നൽകിയത്? ഒന്നും നൽകിയില്ല. എന്ന് മാത്രമല്ല, കേരളത്തിന്റെ നികുതി, കേരളത്തിലെ ജനങ്ങൾ നൽകിയ നികുതി ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് 5000 കോടി ഉറുപ്പിക നൽകാനുണ്ട്. എന്തുകൊണ്ട് നൽകുന്നില്ല? എന്തുകൊണ്ട് നൽകുന്നില്ല? പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർന്നടിയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ഒരു നേട്ടവും ഉണ്ടായില്ല. കാർഷിക മേഖല തകർന്നടിഞ്ഞു. ആകെ പ്രശ്നമായി. ആകെ അവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയുണ്ടായിട്ടുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. പക്ഷേ ഒരു വേള, ഒരു സന്ദർഭം വരെ ഇവർ സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു ഇന്ത്യ രാജ്യത്ത്, ഏകോദര സഹോദരന്മാരായിട്ട്. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോ മനുഷ്യനെ പട്ടികളെ തല്ലിക്കൊല്ലുന്നത് പോലെ പശുവിന്റെ പേര് പറഞ്ഞിട്ട്, ബീഫിന്റെ പേര് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ജീവനോടെ ചുട്ടരിക്കുന്ന സംഗതികൾ. മനുഷ്യന്റെ ജീവന് വിലയില്ലാതായി. അത് മാത്രമല്ലേ നിങ്ങൾക്ക് നൽകാൻ സാധിച്ചത്? ഇന്ത്യയിലെ ജനങ്ങൾക്കത് ബോധ്യം വന്നു. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ അവർ വോട്ട് ചെയ്തു. അങ്ങനെയാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഭരണകൂടങ്ങൾ അധികാരത്തിലെത്തിയത്. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ BJPക്കാരനപ്പോ മനസ്സിലായി, 2019 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്നവർക്ക് ബോധ്യം വന്നു. ആ സംഗതി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. BJPക്കാരന് പരാജയം മണത്തിരിക്കുന്നു. പക്ഷേ അവർ ചില ആസൂത്രിതമായ ചില സംഗതികൾ ഇവിടെ നടപ്പിലാക്കുവാൻ അവർ ശ്രമിക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ ഇന്ത്യ രാജ്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു വർഗീയ കലാപം അവർ ആസൂത്രണം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇന്ത്യ പാക് യുദ്ധം അവർ സൃഷ്ടിക്കും എന്ന് മാധ്യമ പ്രവർത്തകന്മാർ പറഞ്ഞപ്പോ ഞങ്ങൾ ആരും അത്ര ഗൗരവത്തിൽ അത് എടുത്തില്ല. ഞാനും നിങ്ങളും അത്ര ഗൗരവമായി അതിനെ കണ്ടില്ല. പക്ഷേ എന്താണ് ഉണ്ടായത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. ഇന്ത്യയുടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പേ കാശ്മീരിലെ പുൽവാമ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചല്ലേ 40ഓളം വരുന്ന നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ധീരദേശാഭിമാനികളായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന, ഞാനും നിങ്ങളും തീറ്റിപ്പോറ്റുന്ന, ഇന്ത്യ രാജ്യം തീറ്റിപ്പോറ്റുന്ന നമ്മുടെ സൈനികർ 40 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. യാദൃച്ഛികമായിട്ടാണോ? എവിടെയാ കാശ്മീർ? എന്താ കാശ്മീരിലെ പുൽവാമ എന്ന് പറയുന്ന പ്രദേശം? കനത്ത സുരക്ഷാ വലയത്തിലുള്ള ഒരു പ്രദേശമാണ്. കനത്ത സുരക്ഷയാണ് ഇവിടെയുള്ളത്. ഒരു ചെറു പ്രാണിക്ക് പോലും ആ സുരക്ഷാ ഭടന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് 40ഓളം വരുന്ന സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്? പൊതുനിരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൈനിക വ്യൂഹം, ബാരക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെ ഒരു ചെറുവാഹനത്തിൽ എങ്ങനെയാ ഭീകരവാദി ഇരച്ചു കയറി അതിനെ തകർത്തത്? നിങ്ങൾക്കറിയുമോ? ആദ്യം പോയ വാഹനങ്ങളിൽ പ്രത്യേകമായി ചില സ്റ്റേറ്റുകളിൽ നിന്നുള്ള പട്ടാളക്കാരായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള പഞ്ചാബ് റെജിമെന്റ് ആയിരുന്നു. ആ വാഹനത്തെ ആക്രമിച്ചില്ല. മറുഭാഗത്ത് വേറെ ചില സ്റ്റേറ്റുകളിൽ നിന്നുള്ളതായിരുന്നു. മധ്യഭാഗത്തു കൂടി പോയ ബാരക്കുകളിലാണ്, ചുരുക്കം ചില വാഹനങ്ങളിലാണ് ഏറെക്കുറെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള സൈനികരുണ്ടായിരുന്നത്. അത്തരം ഒരു വാഹനത്തിൽ തന്നെ കൃത്യമായി ഇടിച്ചു കയറാൻ, അതിനെ തകർക്കാൻ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഭ്രാന്തമായ ഒരു ദേശീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി സൈനികരുടെ മയ്യത്തുകൾ, അവരുടെ ശവശരീരങ്ങൾ ഇന്ത്യയിൽ ഏറെക്കുറെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും എത്തി. തൊട്ടുടനെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു പാകിസ്ഥാൻ ആക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്. അദ്ദേഹം അതും പറഞ്ഞുകൊണ്ടല്ലേ വോട്ട് പിടിച്ചത്. അദ്ദേഹത്തിന്റെ മണ്ടത്തരമെന്ന് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലേക്ക് മേഘങ്ങൾക്ക് മുകളിലൂടെ മിസൈൽ അയക്കാൻ ഞാനാണ് നിർദ്ദേശം കൊടുത്തത്. എന്തു വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത്? ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും അദ്ദേഹത്തിന്റെ മണ്ടത്തരം ബോധ്യമാകുന്നതല്ലേ? നാണക്കേട് കൊണ്ട് ഇന്ത്യക്കാരൻ തലതാഴ്ത്തിപ്പോയി. ഞാനതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ആ തെരഞ്ഞെടുപ്പ്, തൊട്ടുടനെ വന്ന തെരഞ്ഞെടുപ്പ്, 2019 തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദി എന്ത് പറഞ്ഞിട്ടാ വോട്ട് പിടിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ എന്താ പറയേണ്ടത്? ഇന്ത്യയുടെ കാർഷിക മേഖലയെ പറ്റി പറയണമായിരുന്നു.
ഇന്ത്യയുടെ വ്യാവസായിക മേഖലയെ പറ്റി പറയണമായിരുന്നു, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ പറ്റി പറയണമായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി തങ്ങൾ എന്തു നടപ്പിലാക്കി എന്ന് പറയണമായിരുന്നു. പറയാൻ സാധിച്ചോ? പറയാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല. അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നു പുൽവാമയിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്? ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരൻ രാഷ്ട്രീയം പറഞ്ഞു, CPM-കാരനും മുസ്ലിം ലീഗുകാരനും രാഷ്ട്രീയം പറഞ്ഞു, സമാജ്വാദി പാർട്ടിക്കാരൻ BSP-കാരൻ രാഷ്ട്രീയം പറഞ്ഞു, SDPI-കാരനും രാഷ്ട്രീയം പറഞ്ഞു, PDP-കാരനും രാഷ്ട്രീയം പറഞ്ഞു, വെൽഫെയർ പാർട്ടിക്കാരനും രാഷ്ട്രീയം പറഞ്ഞു, എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞു. പക്ഷേ BJP-കാരൻ രാഷ്ട്രീയം പറഞ്ഞു? BJP-കാരൻ രാഷ്ട്രീയം പറഞ്ഞില്ല. BJP-കാരൻ പറഞ്ഞത് പാകിസ്ഥാൻ 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 എന്നായിരുന്നു. എന്താ നിങ്ങൾക്ക് പാകിസ്ഥാനോട് ഇത്ര കൂറ്? ഇന്ത്യൻ മുസൽമാന് പാകിസ്ഥാൻ എന്ന് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകില്ല. ഇവിടെ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ, അത് നാണം കെട്ട സംഘപരിവാർ ശക്തികളാണ്. എന്തുകൊണ്ട്? അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കണം, ജനങ്ങൾക്ക് വോട്ട് പിടിക്കണം. ഇപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു, പോരാട്ടത്തിന്റെ പാതയിൽ അണിചേർന്നിരിക്കുന്നു. ആ സന്ദർഭത്തിലും അതിനെപ്പറ്റി നരേന്ദ്രമോദിക്കൊന്നും പറയാനില്ല. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി നരേന്ദ്രമോദിക്കൊന്നും പറയാനില്ല. പാർലമെന്റിൽ വന്ന് നിന്നിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ നാണമില്ലേ മനുഷ്യ? ഇന്ത്യയെ പറ്റി പറയടോ, ഇന്ത്യയെ പറ്റി പറ. എന്റെയും നിങ്ങളുടെയും മാതൃരാജ്യമായ ഇന്ത്യ രാജ്യത്തെ പറ്റി സംസാരിക്കാൻ എന്തേ താങ്കൾക്ക് ആർജവമില്ലാതെ പോയി, ആണത്തമില്ലാതെ പോയി? പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ, നാണം കെട്ട വർത്തമാനം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നാണക്കേടാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു. രണ്ടാമതായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ആ തെരഞ്ഞെടുപ്പ് പലരും പ്രസംഗിക്കാറുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി 30-33% ജനങ്ങളുടെ വോട്ട് മാത്രം നേടിക്കൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന്. തെറ്റായൊരു പ്രയോഗമാണ്, തെറ്റായൊരു പ്രയോഗമാണ്. കേവലം 10% ജനങ്ങളുടെ പോലും പിന്തുണയില്ല. വോട്ടിംഗ് മെഷീനിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളക്കളി നടത്തി. ഏത് ബട്ടൺ അമർത്തിയാലും വോട്ട് താമരക്ക്, കൈപ്പത്തിയിൽ വീഴില്ല, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വീഴില്ല, കോണി ചിഹ്നത്തിൽ വീഴില്ല. ഏത് ബട്ടൺ അമർത്തിയാലും വോട്ട് താമരക്ക്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. 340ഓളം വരുന്ന മണ്ഡലങ്ങളിൽ കൺട്രോൾ യൂണിറ്റ്, നമുക്കറിയാം EVM, അതിന് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബാലറ്റിന്റെ മെഷീൻ ഉണ്ട്. ഇത് രണ്ടിന്റെയും കൂടി ഇത് പരിശോധിക്കുമ്പോൾ 1 വോട്ട് മുതൽ 1.5 ലക്ഷം വോട്ട് വരെയാണ് ഓരോ ഇതിലും വ്യത്യാസം. ഓരോ മണ്ഡലങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചു? കൃത്യമായി അട്ടിമറിച്ചു, വളരെ കൃത്യമായി അട്ടിമറിച്ചു. അന്ന് പലരും പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് ഉപേക്ഷിക്കണം, അത് മാറ്റിവെച്ചുകൊണ്ട് പഴയ ബാലറ്റ് സംവിധാനം കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ 2 നടപടികളിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയായിരുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട്, ഭ്രാന്തമായ ദേശീയത സൃഷ്ടിച്ചുകൊണ്ട്, മറുഭാഗത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളക്കളി നടത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ച് കശാപ്പ് ചെയ്ത് അധികാരത്തിലിരിക്കുകയാണ്, ഭരണത്തിലെത്തി. ഈ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് 36 ദിവസമാണ് പാർലമെന്റ് സമ്മേളിച്ചത്. 35 കരിനിയമങ്ങൾ ചുട്ടെടുത്തു, 35 കരിനിയമങ്ങൾ ചുട്ടെടുത്തു. ആദ്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ കൈവച്ചു. ജനങ്ങൾക്കറിയാനുള്ള അവകാശം. 10 രൂപ മുടക്കി ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഈ രാജ്യത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി ഉത്തരം നൽകുവാൻ അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് ബാധ്യതയുണ്ട്. അതിൽ വെള്ളം ചേർത്തു. രണ്ടാമതായി തൊഴിൽ നിയമത്തിൽ അതിൽ മായം ചേർത്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്തു. അതിനുശേഷമാണ് മുത്തലാഖ് ബില്ല്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ മത വിശ്വാസി വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം, ക്രൈസ്തവ മതത്തിൽപ്പെട്ടൊരു വ്യക്തി വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം, പാഴ്സിയോ ജൈനനോ ബൗദ്ധനോ ആരുമായിക്കൊള്ളട്ടെ വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം. ഒരു മുസ്ലിം വിവാഹമോചനം നടത്തിയാൽ, ഒരു കാര്യം ഓർക്കണം, സമയം ചുരുക്കമാണ്. ആദരണീയനായ ശ്രീ ഗോപൻ അവர்கள் ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. പ്രിയമുള്ളവരെ, വിവാഹമോചനം, ഈ ത്വലാഖ് എന്നൊക്കെ പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ് എന്ന്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല.
ഇസ്ലാം കുടുംബ ജീവിതത്തെ ആരാധനയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലാവരും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത്. ഏതാനും സമയം മുമ്പ് മഗ്‌രിബിന്റെ ബാങ്കുലി മുഴങ്ങി. നമുക്കറിയാം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോയാൽ ഒരു ചുവട്ടടി വെക്കുമ്പോ 10 നന്മകൾ ഏറ്റുകയും 10 തിന്മകൾ അവന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അവന്റെ പ്രിയതമയുടെ അടുത്തേക്ക്, അവന്റെ മക്കളുടെ അടുത്തേക്ക് അവൻ തിരിച്ചു പോകുമ്പോ അതേ പ്രതിഫലമുണ്ട്. കുടുംബ ജീവിതത്തെ പോലും ആരാധനയുടെ ഭാഗമായി കണ്ടു. ദാമ്പത്യ ജീവിതത്തെ പറ്റി വാചാലമായി, ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. വിവാഹമോചനത്തെ പറ്റി കൃത്യമായി താക്കീത് ചെയ്തു. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. ചർച്ചകളിലൂടെ പരിഹരിക്കണം. എങ്ങനെയും പരിഹരിക്കണം. വിട്ടുവീഴ്ചയിലൂടെ, ക്ഷമയുടെ. വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്ഷമയെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷമയിലൂടെ നീ പരിഹാരം കാണണം എന്ന് പഠിപ്പിച്ചു. എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒരു നിലയ്ക്കും ജീവിതം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഒരു സംഗതി. അപ്പോഴും എന്താ പറഞ്ഞത്? വിവാഹമോചനം നടക്കുമ്പോൾ ദൈവിക സിംഹാസനം പോലും വിറകൊള്ളുമെന്ന് പറഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞു, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് ദൈവത്തിന് അതാണ് വിവാഹമോചനം. നരേന്ദ്രമോദിയോടൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് വിവാഹമോചനം ഓരോ മതവിഭാഗങ്ങളിലും പെട്ട കണക്ക് പ്രസിദ്ധീകരിക്കാൻ അങ്ങക്ക് തന്റെ ഇടമുണ്ടോ? വിവാഹമോചനം ഏറ്റവും കുറച്ച് നടക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. എല്ലാ നിലക്കും മുത്തലാഖ് പാടെ ഉപേക്ഷിച്ചൊരു സംഗതിയാണ്. പക്ഷെ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹമോചനം നടക്കും എന്നൊരു സംഗതിയേ ഉള്ളൂ. അങ്ങനെ ക്രിമിനൽ നിയമമാക്കി. എല്ലാവരും വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം, ഒരു മുസ്ലിം വിവാഹമോചനം നടത്തിയാൽ ക്രിമിനൽ നിയമം. ഇതെന്തു ന്യായം? ഇതെന്തു നീതി? ഭരണഘടന നിലവിലുണ്ട്. 14-ാം അനുച്ഛേദം പറയുന്നു, ആൾ ആർ ഈക്വൽ ബിഫോർ ലാ, ഈക്വാലിറ്റി ബിഫോർ ലാ. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. 15-ാം അനുച്ഛേദം പറയുന്നു, മതപരമായ വിവേചനം പാടില്ല. ലംഘിക്കപ്പെട്ടില്ലേ? ഞാനും നിങ്ങളും നിഷ്ക്രിയരായി പോയി. അന്ന് കാശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദാക്കി. ഉദ്ഘാടകൻ നേരത്തെ അതിനെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഒരു സ്റ്റേറ്റിലെ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി. തോക്കിൻ കുഴലിലൂടെ ജനങ്ങളെ നിശബ്ദരാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിമാരടക്കം 3 മുഖ്യമന്ത്രിമാരാ വീട്ടുതടങ്കലിൽ. പലരും മരണത്തെ മുഖാമുഖം കണ്ടു. ഹോസ്പിറ്റലിലൊന്നും പോകാൻ സാധിക്കാതെ. ഈ അടുത്തയിടയ്ക്ക് മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന CPM-ന്റെ ഒരു നേതാവ് വന്നു. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു. അവസാനം CPM-ന്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോടതിയിൽ നിന്നൊരു പേപ്പർ വാങ്ങിയിട്ടാണ് കാശ്മീരിൽ പോകാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധി, AICC-യുടെ സമുന്നതനായ നേതാവ്, പ്രസിഡന്റായിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അവിടേക്ക് കടത്തിവിടുന്നില്ല. കാരണം അവിടെ നടക്കുന്നത് എന്ത് എന്ന് ആരും അറിയാൻ പാടില്ല. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ നിങ്ങൾ വിലക്കുന്നു? കാശ്മീരിൽ ഞങ്ങൾ പറയട്ടെ, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ആരും സംശയിക്കണ്ട. ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നപ്പോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്കാർ ആഗ്രഹിക്കാത്ത ഒരു വിഭജനം നടന്നു. ഇന്ത്യക്കാർ അത് ആഗ്രഹിക്കുന്നില്ല. അതിനെയും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സംഘപരിവാർ ശക്തികളായിരുന്നു. ആദ്യമായി വിഭജനത്തെ പറ്റി സംസാരിച്ചത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഭായ് പരമാനന്ദായിരുന്നില്ലേ? സമയം ചുരുക്കമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, സവർക്കർ വിഭജനത്തിനു വേണ്ടി ഏറ്റവും അധികം നിലകൊണ്ട വായാടിയായിരുന്നില്ലേ? വിഭജനത്തിനു വേണ്ടി. ആ വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വതന്ത്രമായ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഒന്നുകിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരുന്ന ഒരു സാഹചര്യം വന്നപ്പോ കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന സന്ദർഭത്തിൽ കാശ്മീരിലെ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ കാശ്മീരികൾക്ക് കൊടുത്ത ഉറപ്പാണ് 370-ാം വകുപ്പുമായി ബന്ധപ്പെട്ടവരുടെ സംസ്കാരം, അവരുടെ ഐഡന്റിറ്റി, അവരുടെ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ 370-ാം വകുപ്പ് 35A അത് കാശ്മീരിന് മാത്രമല്ല, മിസോറാമിന് പ്രത്യേകമായ ഇതുണ്ട്, നാഗാലാൻഡിലുണ്ട്, അതെല്ലാം ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ കാശ്മീർ, അവിടെയുള്ളത് മുസ്ലിങ്ങളാണ് കൂടുതൽ. അതാണ് പ്രശ്നം. അങ്ങനെ കാശ്മീരിനെ 370-ാം വകുപ്പ് ഒരൊറ്റ ദിവസം കൊണ്ടെടുത്തു കഴിഞ്ഞു. ശേഷമാണ് ഈ പൗരത്വത്തിൽ കയറി കൈവച്ചത്. അതിന്റെ ദീർഘമായി ഞാൻ സൂചിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അതുമായി ബന്ധപ്പെട്ട നിയമമുണ്ട്. 955 കൃത്യമായി പൗരത്വ നിയമം വന്നപ്പോ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് ഉണ്ടായത്. അവിടെ ദേശത്തെ പറ്റി എവിടെയും പറയുന്നില്ല, അവിടെ മതത്തെ പറ്റി എവിടെയും പറയുന്നില്ല. ശേഷവും ചില ഭേദഗതികൾ വന്നു. ഏറ്റവും പ്രധാനമായ ഒരു ഭേദഗതി വന്നത് 2003 വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, BJP-യുടെ ഭരണകാലഘട്ടത്തിൽ. അപ്പോഴും എന്താ പറഞ്ഞത്?
അപ്പോഴും എന്താ പറഞ്ഞത്? പൗരത്വം കൊടുക്കുന്നത് മാതാപിതാക്കൾ രണ്ടാളും ഇന്ത്യക്കാരായിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരാവുകയും രണ്ടാമത്തെയാൾ അനധികൃത കുടിയേറ്റക്കാരൻ അല്ലാതാവുകയും ചെയ്യണം. എല്ലാവർക്കും പൗരത്വം നൽകാം. ആ നിയമമാണല്ലോ നിലവിലുണ്ടായിരുന്നത്. പക്ഷെ അസാമിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പ്രദേശമായതുകൊണ്ട് അവിടെ പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ചും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1971 മാർച്ച് മാസം 24-ാം തീയതി ബംഗ്ലാദേശ് രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അഭയാർത്ഥികളുടെ ഒഴുക്കുണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അസാമിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. 1980-85 കാലഘട്ടങ്ങളിൽ അസാം ഗണപരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രഫുല്ലകുമാർ മൊഹന്തയുടേതടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നു. അവസാനം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1971 മാർച്ച് മാസം 24 മാനദണ്ഡമാക്കിക്കൊണ്ട്, കട്ട് ഓഫ് ഡേറ്റ് ആക്കിക്കൊണ്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർക്ക്, അവിടങ്ങളിലുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്ന, രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം, ഒരു ഉടമ്പടി ഉണ്ടായി. പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നത്തെ അസാം മുഖ്യമന്ത്രി, BJP-യുടെ നേതാവ്, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസിന്റെ കൂടി ഫലമായിട്ട് 2013-ൽ കൃത്യമായി അവിടുത്തെ പൗരത്വം നിർണയിക്കപ്പെടണം എന്നൊരു തീരുമാനം വരികയും ചെയ്തത്. പക്ഷേ ആ കോടതി അതിനൊരു സർക്കുലർ ഇറക്കി. അതുമായി ബന്ധപ്പെട്ട ചോദ്യാവലികൾ അതിലും ഒരിടത്തുമില്ല. നിന്റെ മതമേത് എന്നൊരു ചോദ്യം അതിലില്ല. കാരണം മതവുമായി ബന്ധപ്പെടുത്തേണ്ടതല്ല പൗരത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രോസസ് മുന്നോട്ട് പോയി. അപ്പോഴാ 2014-ൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അവർ വന്നതോടുകൂടി വളരെ ആസൂത്രിതമായി മതേതരത്വത്തെ അടിസ്ഥാനമാക്കി കൈകാര്യം ചെയ്തിരുന്ന അസാമിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം വർഗീയതയുടെ അടിസ്ഥാനത്തിലാക്കി. എങ്ങനെയും മുസ്ലിമിനെ അവിടെ നിന്ന് പുറന്തള്ളണം, എങ്ങനെയും അസാമിൽ നിന്ന് മുസ്ലിമിനെ പുറന്തള്ളണം, അതായി അവരുടെ ലക്ഷ്യം, അതായി ലക്ഷ്യം. പ്രിയമുള്ളവരെ, രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മുസ്ലിം കുടുംബങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നത് തൊട്ട് തലേ ദിവസം 500-600 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം. എന്താ അസാം? എന്നെയും നിങ്ങളെയും പോലെ കേരളത്തിലെ ജനങ്ങളോട് തുലനം ചെയ്യാൻ സാധിക്കില്ല. പാവപ്പെട്ട അസാമികളെ നിരക്ഷരരാണവർ, നിരക്ഷരർ. അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഇന്ത്യയിൽ. അസാമിലെ ജനങ്ങളുടെ ഗൾഫാണ് കേരളം. നരേന്ദ്രമോദി പലപ്പോഴും കേരളത്തോട് കൊഞ്ഞനം കുത്താറുണ്ടല്ലോ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയട്ടെ, അസാമികളുടേതടക്കം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുടെയും ഗൾഫാണ് കേരളം. നമ്മൾ ഇത്തിരി പോന്നവരാണ്. ഇവിടെ പ്രശ്നമുണ്ട്, പക്ഷെ അഭിമാനത്തോടു കൂടി ശിരസുയർത്തി നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾക്ക്, അവിടങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധരാണ്. ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ, ഇവിടുത്തെ പൗൾട്രി ഫാമുകളിൽ ചെന്നാൽ പാവപ്പെട്ട അസാമികളെ കാണാം. ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ അറിയിപ്പ് കിട്ടുന്നത് പിറ്റേ ദിവസം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോയി അവരുടെ രേഖകൾ ഹാജരാക്കാനാണ്. എന്തായാലും അതൊക്കെ നടന്നു. അവസാനം 2018 ഓഗസ്റ്റ് മാസത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 40 ലക്ഷം പേർ ഇന്ത്യക്കാരല്ലാത്തവർ. കാരണം ഇതിലെന്താ ഉള്ളത്? ID കാർഡ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, ആധാർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും പോരാ, അതൊന്നും പോരാ. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത്, നൂറ്റാണ്ടപ്പുറത്ത് നമ്മുടെ പിതാമഹന്മാർ അവരുടെ രേഖകൾ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി കൃത്യമായി സ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു വ്യത്യാസം, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു പുള്ളിയുടെ പ്രശ്നം, അത് മാത്രം മതി പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ആർക്കൊക്കെയാ അപ്പോ പൗരത്വം നഷ്ടപ്പെട്ടത്? ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന ഫഖറുദ്ദീൻ അലി അഹമ്മദ് പുറത്ത്, കാശ്മീരിന്റെ മലമടക്കിൽ പാകിസ്ഥാന്റെ പട്ടാളവുമായി പോരടിച്ച ധീരതയ്ക്കുള്ള അവാർഡ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ മുഹമ്മദ് സനാഉല്ലാ ഖാൻ, അദ്ദേഹം ഔട്ട്. 1982-ൽ അസാമിലെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി, അവരും ഔട്ട്. അങ്ങനെയാണ് 40 ലക്ഷം വന്നത്. 40 ലക്ഷം അവസാനം പെടാപ്പാടുപെട്ടു. ഹയർ അതോറിറ്റികളിൽ പരിശോധനകൾ വീണ്ടും നടന്നു, രേഖകളുമായി നടന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ, 2019 ഓഗസ്റ്റ് മാസത്തിൽ അന്തിമ ലിസ്റ്റ് പുറത്തു വന്നു. 19 ലക്ഷം പേർ പുറത്ത്. 40 ലക്ഷം 19 ലക്ഷമായി. അതിനു മുമ്പ് 1,20 ലക്ഷമായിരുന്നു. ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രാറ്റുകൾ, അവർക്ക് തടിച്ചു കൊഴുക്കാൻ പറ്റിയ അവസ്ഥ. പ്രിയമുള്ളവരെ, പൗരത്വം പരിശോധിക്കേണ്ട ചുമതല ഒരു സ്റ്റേറ്റിനാണ്, അതിന്റെ ബാധ്യത സ്റ്റേറ്റിനാണ്. പക്ഷെ ആ ബാധ്യത എടുത്ത് വ്യക്തികളുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു. അവർ പെടാപ്പാടുപെട്ടു. ആയിരങ്ങൾ ചെലവായി, അഴിമതികൾ നടന്നു. ഞാൻ പറഞ്ഞത് 1,20 ലക്ഷത്തിൽ നിന്നും 40 ലക്ഷമായി മാറി, 40 ലക്ഷം 19 ലക്ഷമായി മാറി. ആ 19 ലക്ഷം അവർ പരിശോധിച്ചു, മുസ്ലിങ്ങളായിരിക്കുമെല്ലാം. പക്ഷേ
ഭാഗ്യമോ ദൗർഭാഗ്യമോ 13,60,000 പേർ മുസ്ലിങ്ങളല്ലാത്തവർ. ഞെട്ടിപ്പോയി BJP-ക്കാരൻ. ഉടനെ വന്നു, നിങ്ങൾ ആരും ഭയക്കണ്ട, ഒരു നിയമം വരാൻ പോകുന്നു, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബൗദ്ധൻ, പാഴ്സി, ജൈനൻ അഥവാ എക്സെപ്റ്റ് മുസ്ലിംസ് ഒഴിച്ചുള്ളവരെല്ലാവരും അവർക്ക് ഇവിടെ തങ്ങാം, ഒരു കുഴപ്പവുമില്ല. അതിനുള്ള നിയമം ഇതാ അവതരിപ്പിക്കാൻ പോകുന്നു. പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഡിസംബർ മാസത്തിൽ 9-ാം തീയതി രാജ്യസഭയിലും അതുപോലെ തന്നെ 11-ാം തീയതി ലോക്സഭയിലുമായിട്ട് അവതരിപ്പിച്ചു. 2 ദിവസം കൊണ്ട് അവിടങ്ങളിൽ 2 സ്ഥലത്തും കടത്തിക്കൊണ്ടുപോയി. അതേ രാത്രി തന്നെ ഒന്ന് നിവർത്തി പോലും നോക്കാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. അത് ആക്ടായി മാറി, നിയമമായി മാറി. അഥവാ ഇന്ത്യയുടെ ഭരണഘടനയുണ്ടല്ലോ, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാര ചടങ്ങാണ് അന്ന് നടത്തിയത്. കശാപ്പ് ചെയ്തു. മതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട് പൗരത്വം നിർണയിക്കപ്പെട്ടു.